അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഫെബ്രുവരി 25, 1937. വളരെയധികം സഹിക്കുന്ന ഒരാത്മാവിന് സമാധാനപൂർണമായ ഒരു മരണം ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. 2 ആഴ്ച അവൾ മരണത്തിനും ജീവിതത്തിനും ഇടയിലായിരുന്നു. എനിക്ക് അവളോട് വലിയ ദയ തോന്നി. കർത്താവിനോട് പറഞ്ഞു, മാധുര്യവാനായ ഈശോയെ, അങ്ങേ മഹത്വത്തിനായി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങേക്ക് പ്രീതികരമെങ്കിൽ അവളെ അങ്ങേ പക്കലേക്ക് എടുക്കണമേ. അവൾ അങ്ങയുടെ കരുണയിൽ വിശ്രമിക്കട്ടെ. അതിസ്വാഭാവികമായ ഒരു ഉറപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ വളരെയധികം സഹിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തി അല്പം മുമ്പ് മരണമടഞ്ഞു എന്ന് ചിലർ വന്ന് എന്നോട് പറഞ്ഞു. ഒരു വ്യക്തിക്ക് മിക്കവാറും ഫാദർ സൊപ്പോച്കോ പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് ഞാൻ കണ്ടു. ദൈവം കരുണാദ്രതയോടെ അദ്ദേഹത്തെ കടാക്ഷിച്ച് ശക്തിപ്പെടുത്തുന്നതുവരെ ഞാൻ അദ്ദേഹത്തിനു വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. എൻ്റെ കുടുംബത്തിലെ ഒരംഗം ദൈവത്തെ വളരെയധികം വേദനിപ്പിക്കുന്നതായി ഞാൻ അറിയുവാനിടയായി. ആ വ്യക്തി മരണവക്രത്തിലുമായിരുന്നു. ഈ അറിവ് എൻ്റെ ആത്മാവിൽ വലിയൊരു വേദനയുളവാക്കി. ദൈവത്തിനെതിരായ ആ തെറ്റിനെ മറികടക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ ചിന്തിച്ചു. ദൈവത്തോട് മാപ്പിനായി ഞാൻ കേണപേക്ഷിച്ചു. എന്നാൽ ഞാൻ അവിടുത്തെ ക്രോധത്തിൻ്റെ ഉഗ്രതയറിഞ്ഞു. ഒരു പ്രത്യേക വൈദികനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. പെട്ടെന്ന് ക്രൂശിതനായ ഈശോയെ ഞാൻ ദർശിച്ചു. അവിടുത്തെ കണ്ണുകൾ അടഞ്ഞിരുന്നു. മുറിവുകളാൽ അവിടുത്തെ ശരീരം മൂടപ്പെട്ടിരുന്നു. ഞാൻ അവിടുത്തെ 5 തിരുമുറിവുകളെയും പ്രത്യേകം ആരാധിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ എന്ന് യാചിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ദൈവത്തിന് എത്രയോ പ്രിയപ്പെട്ടതാണെന്നുള്ള ആന്തരിക അറിവ് അവിടുന്ന് എനിക്ക് നൽകി. ഈശോയുടെ ഓരോ മുറിവിൽ നിന്നും ആ ആത്മാവിലേക്ക് പ്രസാദപരമൊഴുകുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ആ ആത്മാവും ഈശോയെപ്പോലെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് സ്നേഹിക്കുന്നത് അങ്ങയെ മാത്രമാണെന്ന് അങ്ങേക്കറിയാമല്ലോ. അത് പൂർണ്ണമായും അങ്ങയിൽ ആമഗ്നമാണ്. ഓ ദിവ്യനാഥ, അങ്ങ് എനിക്ക് വെളിപ്പെടുത്തിയ ഒരു കാര്യവും ഞാൻ പൂർത്തിയാക്കിയില്ലെങ്കിലും ഞാൻ പരിപൂർണ സമാധാനത്തിലായിരിക്കും. കാരണം എനിക്ക് സാധിക്കുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓ കർത്താവേ, അങ്ങേക്ക് ഞങ്ങളുടെ പ്രവൃത്തികൾ ആവശ്യമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അങ്ങ് ആവശ്യപ്പെടുന്നത് സ്നേഹമാണ്. സ്നേഹം, ഒരിക്കൽ കൂടി ദൈവത്തോടുള്ള സ്നേഹം. സ്വർഗത്തിലോ ഭൂമിയിലോ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നുമില്ല. ഏറ്റവും മഹോന്നതമായ മഹത്വം ദൈവസ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിലാണ് യഥാർത്ഥ മഹത്വം കുടികൊള്ളുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനവും. ഏറ്റവും ശ്രേഷ്ഠവും മനോഹരവുമായവ ദൈവത്തിലാണ്. ദൈവത്തിലല്ലാതെ ഒന്നിലും ശ്രേഷ്ഠതയോ മനോഹാരിതയോ ഇല്ല. ഓ ഈ ലോകത്തിലെ ജ്ഞാനികളെ, പ്രഗത്ഭമാനസരെ, യഥാർത്ഥ ഔന്നത്യം ദൈവത്തെ സ്നേഹിക്കുന്നതിലാണെന്ന് തിരിച്ചറിയുക. നിത്യത എന്നൊന്നില്ല എന്ന് പറഞ്ഞ് തന്നെ വഞ്ചിക്കുന്ന ആത്മാക്കളെ കണ്ട് എനിക്ക് ആശ്ചര്യം തോന്നിയിട്ടുണ്ട്. ഫെബ്രുവരി 26. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നത് കൊണ്ട് വിശുദ്ധ രഹസ്യങ്ങൾ തിരുവസ്ത്രങ്ങൾ അണിയാതെ സ്വകാര്യ മുറിയിൽ പരികർമ്മം ചെയ്യുന്നതായി എനിക്ക് കാണപ്പെട്ടു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൽ നിന്ന് സൂര്യൻ പുറത്തു വരുന്നതും ആ പ്രകാശത്തിൽ മറ്റെല്ലാ പ്രകാശങ്ങളും ഇല്ലാതാവുന്നതോ മങ്ങിപ്പോവുന്നതോ ഞാൻ കണ്ടു. എല്ലാ മനുഷ്യരും ഈ പ്രകാശത്തിലേക്ക് തന്നെ നോക്കി നിന്നു. ഈ ദർശനത്തിൻ്റെ അർത്ഥം ഈ സമയത്ത് എനിക്ക് മനസ്സിലാകുന്നില്ല. മഴവില്ലുകളുടെയും കൊടുങ്കാറ്റിൻ്റെയും മധ്യത്തിലൂടെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഞാനൊരു രാജപുത്രിയാണ് എന്ന അഭിമാനത്തിൽ തല ഉയർത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. എൻ്റെ വ്യൂഹത്തിലൂടെ ഈശോയുടെ സ്വന്തം രക്തം ഒഴുകുന്നതായി ഞാൻ അനുഭവിക്കുന്നു. ദൈവത്തിൻ്റെ അനന്ത കരുണയിൽ ഞാൻ എൻ്റെ ശരണം മുഴുവനും സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു പ്രത്യേക വ്യക്തി ഇന്നെന്നെ സന്ദർശിക്കുവാനായി ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു. ഒരിക്കൽ കൂടി ഞാൻ അവളെ കാണുകയും പുതിയതായി സ്ഥാപിക്കുന്ന സന്യാസ സഭയിലേക്ക് ഈശോ അവളെ വിളിച്ചിരിക്കുന്നു എന്നതിന് ഇതൊരു തെളിവായി എനിക്ക് ലഭിക്കുകയും ചെയ്യണമായിരുന്നു. ഓ അത്ഭുതമേ, ഞാൻ മുമ്പ് സൂചിപ്പിച്ച വ്യക്തി എന്നെ സന്ദർശിക്കുവാൻ വന്നു. അവൾക്കല്പം ആത്മീയത പകർന്നു നൽകുവാൻ ഞാൻ പരിശ്രമിച്ചു. സ്വയം നിഗ്രഹത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും വഴികൾ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ അവൾ അത് താല്പര്യപൂർവ്വം പെട്ടെന്ന് ഗ്രഹിച്ചു. എന്തൊക്കെയായാലും ഇക്കാര്യം പൂർണ്ണമായും ഞാൻ ഈശോയുടെ കരങ്ങളിൽ അർപ്പിച്ചു. അവിടുത്തെ തിരുവിഷ്ടം പോലെ അവിടുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നയിക്കട്ടെ.
ഇന്ന് റേഡിയോയിൽ ഗുഡ് നൈറ്റ് ഹോളി ഹെഡ് ഓഫ് മൈ ജീസസ് എന്ന സ്തുതിഗീതം കേട്ടപ്പോൾ ഞാൻ ദൈവത്തിൽ ആമഗ്നയായി. എൻ്റെ ആത്മാവിൽ ദൈവസ്നേഹം നിറഞ്ഞൊഴുകി. ഞാൻ അല്പസമയം സ്വർഗീയ പിതാവിനോടൊപ്പം വസിച്ചു. അനസ്യൂതം കഷ്ടതയിൽ ജീവിക്കുക എളുപ്പമല്ലെങ്കിലും പലതരം വേദനയാൽ കുരിശിൽ തറയ്ക്കപ്പെട്ടാലും സ്നേഹിച്ചുകൊണ്ട് ഞാൻ സ്നേഹത്തിൽ ജ്വലിച്ചുയരും. ഞാൻ ബലഹീനത തന്നെയാണെങ്കിലും സെറാഫിൻ മാലാഖയെപ്പോൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കും. ഓ സഹനത്തിൻ മധ്യത്തിലും വിശ്വസ്തരായി ദൈവഹിതം നിറവേറ്റും ആത്മാക്കൾ ഉന്നതർ തന്നെ. മഹാമാരിയുടെയും കൊടുങ്കാറ്റിൻ്റെയും മധ്യത്തിൽ അവർ ആശ്വാസഭരിതരാണ്. ദൈവത്തിൻ നിർമ്മല സ്നേഹം അവരുടെ വിധിയെ മധുരിപ്പിക്കുന്നു. ഐശ്വര്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുക മഹത്വമല്ല. എല്ലാം നന്നായി പോകുമ്പോൾ നന്ദി പറയുക സ്വാഭാവികം. കഠിനവേദനയിലും അവനെ ആരാധിക്കുക. അവനായി മാത്രം അവനെ സ്നേഹിക്കുക. സർവപ്രതീക്ഷയും അവനിൽ അർപ്പിക്കുക. ഗെത്സമനിയുടെ തണലിൽ ആത്മാവ് വസിക്കുമ്പോഴും വേദനകളുടെ ദുഃഖത്തിൽ ഏകനായി തീരുമ്പോഴും സർവദാ കയ്പ് മാത്രം രുചിക്കുമ്പോഴും ഈശോയിലേക്ക് മിഴിയുയർത്തും ആത്മാവ് ദുഃഖിതയല്ല. കഷ്ടതയും പീഡനവും അനസ്യൂതം തുടരുമ്പോഴും നീട്ടിടും കാസതൻ വക്കിൽ അതരങ്ങൾ ചേർത്തണച്ച് അത്യുന്നത ദൈവത്തിനിഷ്ടം ശിരസാ വഹിക്കും. ശക്തരാം ആത്മാക്കളെ ആരുണ്ട് നേരിടാൻ? മർദ്ദനത്തിൻ നടുവിലും തിരുഹിതം പോലെയെന്ന് നിരന്തരം ഉരുവിട്ട് തൻ രൂപാന്തരീകരണ നിമിഷത്തിനായി ക്ഷമയോടെ കാത്തിരിപ്പവർ. കൂരിരുട്ടിൻ നടുവിലും തൻ കാതുകളിലെത്തിടും നീ എൻ്റേതാണ് പ്രിയനേശുവിൻ നിമന്ത്രണം. ഒടുവിൽ മറകൾ മാറി പൂർണ്ണതയെ പുൽകിടുന്നു. ഫെബ്രുവരി 28, 1937. ഇന്ന് ദീർഘസമയത്തേക്ക് ഈശോയുടെ പീഡാനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. അനേകം ആത്മാക്കൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞു. ഓരോ ആത്മാവിനും വേണ്ടി ദൈവകരുണ യാചിക്കുന്നതിനായി ഞാൻ പൂർണ്ണമായും ഒരു പ്രാർത്ഥനയായി രൂപാന്തരപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. ഓ എൻ്റെ ഈശോയെ, ആത്മാക്കൾക്ക് ദൈവകരുണയുടെ അച്ചാരമായി ഞാൻ അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നു. ഇന്ന് സായാഹ്നത്തിൽ റേഡിയോയിൽ ഗുഡ് നൈറ്റ് ഹോളി ഹെഡ് ഓഫ് ജീസസ് എന്ന സ്തുതിഗീതം കേട്ട നിമിഷത്തെ തന്നെ എൻ്റെ അരൂപി ദൈവീക രഹസ്യങ്ങളുടെ മടിത്തട്ടിലേക്ക് വഴുതി വീണു. ആത്മാവിൻ്റെ ഉത്കൃഷ്ടത എന്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്നും ദൈവം എന്താണ് കണക്കിലെടുക്കുന്നതെന്നും ഞാൻ ഗ്രഹിച്ചു. അത് സ്നേഹം, സ്നേഹം. ഒരിക്കൽ കൂടി പറയട്ടെ, സ്നേഹം. സൃഷ്ടികളെല്ലാം എങ്ങനെയാണ് ദൈവത്തിൽ ഏകീഭവിക്കുന്നതെന്നും ഞാൻ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ അങ്ങനെയുള്ള ഒരു സ്നേഹം എൻ്റെ ആത്മാവിൽ നിറഞ്ഞു. അത് പറഞ്ഞറിയിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. തൻ്റെ ഔന്നിത്യം അടങ്ങിയിരിക്കുന്ന ദൈവസ്നേഹത്തിന് പൂർണ്ണമായും വിട്ടുകൊടുക്കുവാൻ അറിയാവുന്ന ആത്മാക്കൾ എത്ര സന്തുഷ്ടരായിരിക്കും. ഞാനിന്നൊരു ഏകദിന ധ്യാനത്തിൽ സംബന്ധിച്ചു. അതിൻ്റെ അവസാന സമ്മേളനത്തിൽ വൈദികൻ ഇന്നത്തെ ലോകത്തിന് ദൈവകരുണ എത്രമാത്രം ആവശ്യമാണ് എന്നതിനെക്കുറിച്ച് സംസാരിച്ചു. എല്ലാ മനുഷ്യർക്കും പ്രാർത്ഥനയും ദൈവകരുണയും ഏറെ ആവശ്യമുള്ള ഒരു പ്രത്യേക സമയമാണിതെന്ന് തോന്നുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു സ്വരം എൻ്റെ ആത്മാവിൽ ശ്രവിച്ചു. ഈ വാക്കുകൾ നിനക്ക് വേണ്ടിയാണ്. എൻ്റെ കരുണയുടെ ഭക്തി പ്രചരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിനക്ക് ചെയ്യുവാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുക. എൻ്റെ കരുണയെ എല്ലാവരും ആരാധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രക്ഷ പ്രാപിക്കാനുള്ള അവസാന ഉപാധി ഞാൻ സകല ജനപദങ്ങൾക്കും നൽകുന്നു. അതായത് എൻ്റെ കരുണയിൽ അഭയം തേടുക. ഈ തിരുനാളിൽ എൻ്റെ ഹൃദയം അത്യധികം ആഹ്ലാദിക്കുന്നു. ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന കടമകളിൽ നിന്ന് യാതൊന്നിനും എന്നെ മോചിപ്പിക്കുവാൻ സാധിക്കുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ മരണവേദനയാണെന്ന് തോന്നത്തക്ക വിധം അത്ര കഠിനമായി ഞാൻ വേദന അനുഭവിച്ചു. ഡോക്ടേഴ്സിന് എൻ്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. എൻ്റെ ആന്തരാവയവങ്ങൾ തുണ്ടം തുണ്ടമായി മുറിഞ്ഞു പോകുന്നത് പോലെ അനുഭവപ്പെട്ടു. ഏതാനും മണിക്കൂറുകൾ നീണ്ട ആ സഹനത്തിനു ശേഷം വേദന ശമിച്ചു. ഇതെല്ലാം പാപികൾക്കായി ഞാൻ സമർപ്പിച്ചു. ഓ ദിവ്യനാഥ, അങ്ങയുടെ അളവറ്റ കരുണ അവരുടെ മേൽ ചൊരിയണമേ. ഭീകരമാം മരുഭൂമി അനുഭവത്തിൽ രക്ഷിക്കുക നിൻ പ്രിയരെ തകർച്ചയിൽ നിന്ന്.
ഓ ഏറ്റവും മാധുര്യവാനായ ഈശോയെ, നീയല്ലോ കരുണയുടെ നിത്യസ്രോതസ്സ്. ഓ ഞങ്ങളുടെ ആത്മാക്കളുടെ മാധുര്യവാനായ നിയന്താവേ, നിൻ കിരണത്തിൻ പ്രശോഭയാൽ കരുണ ലോകത്തെ നവീകരിക്കട്ടെ. നിൻ കൃപയാൽ രക്ഷിതരായവർ ഈശോയെ സേവിക്കുക. ചെങ്കുത്തായ താഴ്വരയിലൂടെ ഭയലേശമന്യേ ഞാൻ നീങ്ങിടും. കരുണയുടെ നിർമ്മല ഉറവയിൽ നിന്ന് എനിക്കായി സമർത്ഥമായി കാരുണ്യം ഒഴുക്കുന്നു. ഈ എളിയ ആത്മാവിൻ ശക്തിയും ഇതല്ലോ. ഞാൻ ക്ഷീണിതയായി തകർന്നാലും എൻ മനസാക്ഷി എനിക്കായി നിലകൊള്ളും. എൻ്റെ അഭയവും അവകാശവുമായ ദൈവത്തിൻ ഉപരിമഹത്വം മാത്രമെൻ ചെയ്തികൾ തൻ ലക്ഷ്യം. ഡയറിയുടെ 2ാമത്തെ നോട്ട്ബുക്കിൻ്റെ അവസാനം.